നിങ്ങൾക്കറിയാമോ, പഴമയുടെ ഗന്ധമുള്ള 80കളുടെ രാത്രികൾക്ക് ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് വല്ലാത്തൊരു നിഗൂഢതയുണ്ടായിരുന്നു. തെരുവ് വിളക്കുകൾ, അപൂർവമായ കരിങ്കല്ല് പാകിയ ഇടവഴികളും പാടശേഖരങ്ങളും അതിരിടുന്ന അന്നത്തെ കേരളീയ ഗ്രാമങ്ങളിൽ സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ഇരുട്ടിൻ്റെ സാമ്രാജ്യമാണ്. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ചങ്ങനാശ്ശേരിയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ 1980കളുടെ മധ്യത്തിൽ ചങ്ങനാശ്ശേരിയെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത് കേവലം ഇരുട്ടായിരുന്നില്ല, മറിച്ച് അമാനുഷികമെന്ന് വിശ്വസിക്കപ്പെട്ട ഒരു രൂപമായിരുന്നു. പോത്തിൻകാൽ പ്രേതം എന്ന പേരിൽ അറിയപ്പെട്ട ആ പ്രതിഭാസം ഒരു നാടിൻ്റെ സ്വൈരജീവിതം തകർക്കുകയും സാമ്പത്തിക ഇടപാടുകളെപ്പോലും നിശ്ചലമാക്കുകയും ചെയ്ത വിചിത്രമായൊരു അധ്യായമാണ്. ചങ്ങനാശ്ശേരിയിലെ പാലത്ര എന്ന പ്രദേശം അക്കാലത്ത് അല്പം ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ചന്തയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്നവർക്ക് പ്രധാന ആശ്രയമായ ഈ വഴിയിൽ സന്ധ്യ കഴിഞ്ഞാൽ വിജനത തളം കെട്ടി അങ്ങനെ നിൽക്കും. ഈ വിജനതയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പോത്തിൻകാൽ പ്രേതത്തിൻ്റെ കഥകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. 5 മണി കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി അങ്ങാടിയിൽ നിന്ന് ആളുകൾ ധൃതിയിൽ ഒഴിഞ്ഞു തുടങ്ങും. വീടുകളുടെ ജനാലകൾ നേരത്തെ തന്നെ കൊട്ടിയടയ്ക്കപ്പെടും. രാത്രികാലങ്ങളിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ ജനങ്ങൾ ഭയപ്പെട്ടു. സ്കൂളുകളിൽ കുട്ടികൾക്കിടയിലും ചന്തകളിൽ മുതിർന്നവർക്കിടയിലും സംസാരം ഈ പ്രേതത്തെക്കുറിച്ചായിരുന്നു. മരിച്ചവരുടെ ആത്മാവാണെന്നും അതല്ല കാടിറങ്ങി വന്ന മറുതയാണെന്നുമൊക്കെ പലതരത്തിലുള്ള കഥകൾ മെനയപ്പെട്ടു. ശാസ്ത്രബോധത്തെക്കാൾ ഉപരിയായി മിത്തുകളിലും നാടൻ കഥകളിലും വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ഈ ഭയം കാട്ടുതീ പോലെ പടരാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഈ ഭയം വെറുമൊരു കിംവദന്തിയല്ലെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വ്യാപാരിക്കുണ്ടായ അനുഭവമായിരുന്നു. ഒരു ദിവസം രാത്രി തൻ്റെ വ്യാപാര സ്ഥാപനമടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. പാലത്ര പാലത്തിന് സമീപം എത്തിയപ്പോൾ വഴിയിലെ കനത്ത ഇരുട്ടിൽ നിന്ന് മങ്ങിയ ഒരു രൂപം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയം കൊണ്ട് മരവിച്ചുവെങ്കിലും പുറത്തു കാട്ടാതെ അദ്ദേഹം അങ്ങനെ നടന്നു. എന്നാൽ ആ രൂപം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. വളരെ ശാന്തമായി ഒരു ചോദ്യം ചോദിച്ചു. ഒരു ബീഡി തരുമോ എന്ന്. വിറയ്ക്കുന്ന കൈകളോടെ ഒരു ബീഡി നൽകിയ വ്യാപാരിക്ക് മുന്നിൽ വെച്ച് ആ രൂപം ഒരു തീപ്പെട്ടിക്കൊള്ളി അടച്ചു. മിന്നിത്തെളിഞ്ഞ ആ വെളിച്ചത്തിൽ വ്യാപാരി കണ്ട കാഴ്ച അദ്ദേഹത്തിൻ്റെ ചോര മരവിപ്പിക്കുന്നതായിരുന്നു. തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനാണെന്ന് തോന്നുമെങ്കിലും അയാളുടെ പാദങ്ങൾ മനുഷ്യൻ്റേതായിരുന്നില്ല. രോമങ്ങൾ നിറഞ്ഞ വലിയ കുളമ്പുകളുള്ള പോത്തിൻ്റെ കാലുകളായിരുന്നു ആ രൂപത്തിൻ്റേത്. ഭയം കൊണ്ട് വിറച്ച വ്യാപാരി ജീവനും കൊണ്ടോടി. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ മറ്റൊരു അപരിചിതനോട് താൻ കണ്ട ഭീകര ദൃശ്യത്തെക്കുറിച്ച് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു. എന്നാൽ ആ അപരിചിതൻ യാതൊരു ഭാവഭേദവുമില്ലാതെ ശാന്തനായി അങ്ങനെ നിന്നു. വ്യാപാരിയെ കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യൻ ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് താഴേക്ക് പിടിച്ചു. അവിടെയും തെളിഞ്ഞു കണ്ടത് അതേ പോത്തിൻ്റെ കുളമ്പുകളായിരുന്നു. ഒരേ സമയം 2 പ്രേതങ്ങൾ എന്ന് ചിന്തിച്ച വ്യാപാരി അവിടെ തന്നെ ബോധം കെട്ടു വീണു. പിറ്റേന്ന് ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെട്ടതായി അദ്ദേഹം മനസ്സിലാക്കി. ഈ സംഭവം ചങ്ങനാശ്ശേരിയിൽ ഉടനീളം വലിയ ചർച്ചയാവുകയും ജനങ്ങൾ കൂട്ടമായി പുറത്തിറങ്ങുന്നത് പോലും ഒഴിവാക്കുകയും ചെയ്തു. ഒരു പ്രേതകഥ എങ്ങനെ ഒരു പട്ടണത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അക്കാലത്തെ ചങ്ങനാശ്ശേരി. രാത്രികാലങ്ങളിലെ വ്യാപാരങ്ങൾ നിലച്ചു. ദൂരദേശങ്ങളിൽ നിന്ന് ചരക്കുമായി വരുന്ന കാളവണ്ടികളും ലോറികളും പാലത്ര വഴി കടന്നുപോകാൻ വിസമ്മതിച്ചു. ഭാവനയിൽ കാണുന്ന രൂപങ്ങൾ യാഥാർത്ഥ്യത്തെക്കാൾ ഭീകരമാണെന്ന വസ്തുതയാണ് ഇവിടെ തെളിഞ്ഞത്. ആളുകൾ സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടാൻ തുടങ്ങി. യുക്തിചിന്തയേക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചപ്പോൾ ഈ ഭയത്തെ മുതലെടുക്കാൻ ചില തൽപര കക്ഷികൾക്കും കഴിഞ്ഞു. രാത്രിയിൽ വഴിയിൽ കാണുന്ന പോത്തിൻകാൽ എന്നത് വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് മനുഷ്യരുടെ ഉള്ളിലെ സുരക്ഷിത ബോധത്തിന് മേൽ വീണ കനത്ത ആഘാതമായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് നിയമപാലകർക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നത്. ജനങ്ങളുടെ ഭീതി പരിധി വിട്ടപ്പോൾ കേസന്വേഷണം കാര്യക്ഷമമാക്കാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെയാണ് ഐതിഹാസികനായ SI ജോഷുവ ചങ്ങനാശ്ശേരിയിൽ ചാർജ് എടുക്കുന്നത്. ജോഷുവ വെറുമൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നില്ല, മറിച്ച് കുറ്റവാളികളുടെ മനഃശാസ്ത്രം കൃത്യമായി വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു. നാട്ടുകാർ പറയുന്ന കഥകൾ കേട്ട ജോഷുവയ്ക്ക് ഒരു കാര്യം ബോധ്യമായി: ഇത് അമാനുഷികമായ ഒന്നല്ല. പ്രേതങ്ങൾക്ക് എന്തിനാണ് പണവും ബീഡിയും? ഈ ലളിതമായ ചോദ്യം ജോഷുവയെ ഒരു നിഗമനത്തിലെത്തിച്ചു. ബുദ്ധിമാനായ ഏതോ ഒരു കുറ്റവാളി ജനങ്ങളുടെ അന്ധവിശ്വാസത്തെയും ഭയത്തെയും ആയുധമാക്കി കവർച്ച നടത്തുകയാണ്. നിയമം കയ്യിലെടുക്കുന്നതിന് പകരം ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രേതത്തെ പിടിക്കാൻ തോക്കുമായി ഇറങ്ങുന്നതിനേക്കാൾ ഫലപ്രദം അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതാണെന്ന് ജോഷുവ വിശ്വസിച്ചു. അദ്ദേഹം ഒരു തന്ത്രം മെനഞ്ഞു.
പഴയൊരു കാളവണ്ടി അദ്ദേഹം സംഘടിപ്പിച്ചു. ഒരു സാധാരണ കാളവണ്ടിക്കാരൻ്റെ വേഷത്തിൽ ജോഷുവ വണ്ടി തെളിക്കാൻ തയ്യാറായി. എന്നാൽ വണ്ടിക്കുള്ളിൽ ആയുധധാരികളായ 3 പോലീസുകാരെ അദ്ദേഹം പടുതയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നു. സാധാരണക്കാരായ നാട്ടുകാർ പോലും പോകാൻ മടിക്കുന്ന പാതിരാത്രിയിൽ മങ്ങിയ റാന്തൽ വെളിച്ചത്തിൽ ആ കാളവണ്ടി പാലത്ര ലക്ഷ്യമാക്കി നീങ്ങി. നിശബ്ദമായ ആ രാത്രിയിൽ കാളവണ്ടിയുടെ ചക്രങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം പോലും വല്ലാത്തൊരു ഭയമുണർത്തുന്നതായിരുന്നു. എന്നാൽ ജോഷുവ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പാലത്ര പാലത്തിന് സമീപം എത്തിയപ്പോൾ കാളവണ്ടിക്ക് തടസ്സമായി ആ ഭീകര രൂപം പ്രത്യക്ഷപ്പെട്ടു. പതിവ് പോലെ ശാന്തമായ ശബ്ദത്തിൽ അയാൾ ബീഡി ചോദിച്ചു. ജോഷുവ ഒട്ടും പതറാതെ ബീഡി നൽകി. അയാൾ തീപ്പെട്ടി ഉരച്ചപ്പോൾ നിലത്ത് ആ ഭീകരമായ പോത്തിൻകാൽ തെളിഞ്ഞു. സാധാരണക്കാരെ പോലെ പേടിച്ചോടുന്നതിന് പകരം ജോഷുവ ഉടൻ തന്നെ തൻ്റെ കൈവശമുണ്ടായിരുന്ന വിസിൽ ആഞ്ഞു വിളിച്ചു. പെട്ടെന്ന് തന്നെ പടുതയ്ക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന പോലീസുകാർ പുറത്തേക്ക് ചാടി. അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ ആ രൂപം പകച്ചുപോയി. പോലീസുകാർ ആ രൂപത്തെ വട്ടം പിടിക്കുകയും താഴെയിട്ട് അമർത്തുകയും ചെയ്തു. മനോഹരമായി നിർമ്മിച്ച പോത്തിൻകാൽ വേഷം ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു വീണപ്പോൾ നാട്ടുകാർ കണ്ടത് ചങ്ങനാശ്ശേരിയെ വിറപ്പിച്ച പ്രേതത്തെയല്ല, മറിച്ച് തന്ത്രശാലിയായ ഒരു കൊടും കുറ്റവാളിയെയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റൊരു സഹായി ഇരുട്ടിൽ ഓടിമറഞ്ഞുവെങ്കിലും പ്രധാന പ്രതി പിടിയിലായി. പിടിയിലായ പ്രതിയിൽ നിന്ന് ആ വേഷത്തിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ പോലീസ് പുറത്തെടുത്തു. വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അവർ ഈ പ്രേതത്തെ സൃഷ്ടിച്ചത്. പോത്തിൻ്റെ കാലുകൾ മുറിച്ചെടുത്ത് അതിനുള്ളിലെ മാംസഭാഗങ്ങൾ മാറ്റി ഉണക്കിയെടുത്തതിന് ശേഷം സ്വന്തം കാലിൽ ഉറപ്പിക്കാൻ പാകത്തിൽ അവ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. രാത്രികാലങ്ങളിൽ ഈ കാലുകൾ ധരിച്ച് മങ്ങിയ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരും പേടിച്ചു പോകും. കൂടാതെ ഒരാൾ പ്രേതമായി മുന്നിൽ നിൽക്കുമ്പോൾ ഭയന്നോടുന്ന ആളെ സഹായിക്കാനെന്ന ഭാവത്തിൽ മറ്റൊരാൾ മുന്നിലെത്തുകയും തൻ്റെ കാലം പോത്തിൻ്റേതാണെന്ന് കാണിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്ന രീതിയായിരുന്നു ഇവരുടേത്. ഈ മാനസിക തന്ത്രം ഉപയോഗിച്ചാണ് അവർ ജനങ്ങളെ കൊള്ളയടിച്ചിരുന്നത്. ഭയം ഒരു മനുഷ്യൻ്റെ യുക്തിയെ എങ്ങനെ തളർത്തും എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു ഈ കവർച്ചാ രീതി. പിറ്റേന്ന് രാവിലെ ചങ്ങനാശ്ശേരി അങ്ങാടി കണ്ടത് പോലീസിനാൽ ബന്ധിക്കപ്പെട്ട ആ മനുഷ്യ പ്രേതത്തെയാണ്. അതോടെ ജനങ്ങളുടെ ഉള്ളിലെ ഭയം പടിയിറങ്ങി. പ്രേതകഥകളിലെ യുക്തിശൂന്യത നാട്ടുകാർക്ക് ബോധ്യമായി. SI ജോഷുവയുടെ ധീരതയും ബുദ്ധിശക്തിയും നാട്ടിലുടനീളം പുകഴ്ത്തപ്പെട്ടു. ഈ സംഭവം ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. അനാവശ്യമായ ഭയങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തെ പിന്നോട്ടടിക്കുമെന്നും ശാസ്ത്രീയമായ ചിന്തയും ധൈര്യവും ഉണ്ടെങ്കിൽ ഏത് നിഗൂഢതയെയും വെളിച്ചെടുത്ത് കൊണ്ടുവരാമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ചങ്ങനാശ്ശേരിയിലെ പഴയ തലമുറ ഇന്നും ഈ കഥ ആവേശത്തോടെ പറയാറുണ്ട്. പോത്തിൻകാൽ പ്രേതത്തിൻ്റെ കഥ ഒരു കേവലം കവർച്ചാ കേസായി മാത്രം കാണാൻ കഴിയില്ല. അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു വലിയ ദൗർലഭ്യത്തെയാണ് തുറന്നു കാട്ടുന്നത്. ഇരുട്ടിൽ നാം കാണുന്ന നിഴലുകൾക്ക് നാം തന്നെ രൂപം നൽകുന്നു. നമ്മുടെ ഉള്ളിലെ പേടികളാണ് പലപ്പോഴും പുറത്ത് പ്രേതങ്ങളായി അവതരിക്കുന്നത്. അജ്ഞതയുള്ളിടത്തോളം കാലം ഇത്തരം വേഷപ്പകർച്ചകൾക്ക് പ്രസക്തി ഉണ്ടാകും. സത്യത്തിൻ്റെ വെളിച്ചം വീഴുമ്പോൾ തകരുന്നത് കേവലം വേഷങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മെ തളച്ചിടുന്ന അന്ധവിശ്വാസങ്ങൾ കൂടിയാണ്. ചങ്ങനാശ്ശേരിയിലെ ഈ സംഭവം ഇന്നും പ്രസക്തമായിരിക്കുന്നത് അത് നമ്മെ യുക്തിയോടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ്. ഈ ചരിത്രരേഖയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നു മാത്രമാണ്. യഥാർത്ഥ പ്രേതങ്ങൾ അമാനുഷിക ശക്തികളല്ല, മറിച്ച് മനുഷ്യരുടെ ഭയത്തെ മുതലെടുക്കുന്ന മനുഷ്യർ തന്നെയാണ്. ആധുനിക കാലത്തും സൈബർ ഇടങ്ങളിലും മറ്റും പുതിയ രൂപത്തിൽ ഇത്തരം പ്രേതങ്ങൾ അവതരിക്കാറുണ്ട്. പഴയ പോത്തിൻകാൽ പ്രേതത്തെ പിടിച്ച ജോഷുവയുടെ ബുദ്ധിയും ധൈര്യവും നമുക്ക് മാതൃകയാക്കാം. ഇരുട്ടിനെ ഭയപ്പെടാതെ അതിൻ്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഭയത്തിൽ നിന്ന് മുക്തരാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.